ഞാൻ എവിടെയൊക്കെയോ വായിച്ചും കേട്ടും അറിഞ്ഞതാണ്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനിൽ നമ്മളുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു മേടിച്ചതാണ്. നമ്മുടെ സോളിന് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതാണത്രേ. എന്റെ ദൈവമേ, എന്നാലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. എന്റെ സോള് എന്ത് പണ്ടാരാഗ്രഹിച്ചിട്ടാണോ ഈ ജന്മത്തില് ഇത്രയധികം അനുഭവിക്കാനുണ്ടായിരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ സോളിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കും, ഒരു നിയോഗം. ആ നിയോഗത്തിലേക്ക് എത്താനുള്ള രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ ജന്മത്തില് നമുക്കുണ്ടാവുക. നിയതിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് കാലം കുറയായി, എന്നാലും ഇതുവരെ ഒരു കരക്കെടുത്തിട്ടില്ല. അതാ ഈ സ്ക്രീനിൽ കാണുന്ന എസ്കലേറ്റർ പോലെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ മക്കള് പറയുന്ന ചില കാര്യങ്ങളിൽ, എൻ്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില വെളിപാടുകളിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സോളിന്റെ നിയതി എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവസാനം അല്ല നമ്മൾ അറിയുക. നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ നിയോഗമായിരിക്കും ചെയ്തു തീർക്കുന്നത്. കടന്നു വന്ന കാലത്തിലേക്കൊന്ന് തിരികെ നോക്കുമ്പോൾ അങ്ങനെ തോന്നാറില്ലേ? ഒരു മാലയില് മുത്ത് കോർക്കുന്നത് പോലെ അടുക്കി 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 അനുഭവങ്ങള് ഒരെണ്ണം സ്ഥാനം തെറ്റിയാ പോയി. എനിക്കങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ എന്റെ സോളെ, ഇനി അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് സന്തോഷം, സമാധാനം, അളവില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം എന്നിങ്ങനെ ആയിരിക്കണേ.